മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKയും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും എല്ലാം ചേർന്നിട്ടുള്ള വിശാലമായിട്ടുള്ള പോരാട്ട വേദി. അതിന്റെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാം പണിയെടുക്ക വേണ്ടു. അതിനാല് നാമക്കൽ എന്ന് പറഞ്ഞാൽ തോഴർ വേലുച്ചാമിയുടെ നാട്, തോഴർ കരുണാകരന്റെ നാട്. ആ വീര്യത്തിൽ, ആ ബോധ്യത്തിൽ, ആ ആവേശത്തിൽ നമ്മളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് വലിയ പോരാട്ടം, തൊഴിലാളികളുടെ പോരാട്ടം, കൃഷിക്കാരന്റെ പോരാട്ടം. കാരണം ഡൽഹിയിലിരിക്കുന്ന സർക്കാർ കൃഷിക്കാർക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കെതിരെ, മഹിളകൾക്കെതിരെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും എതിരായിട്ട് ഹത്യ ചെയ്യുന്നവരാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. അവരുടെ കൂട്ടുകെട്ടിനെ ഇവിടെ തോപ്പിക്കണം. അതോടൊപ്പം കേരളാവില് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM നേതൃത്വത്തിലുള്ള സർക്കാർ 2 തവണ അവിടെ ജയിച്ചു, തൊഴിലാളികൾ ജനങ്ങളുടെ പിന്തുണ കൊണ്ട്. ഇനി 3ാമതും ജയിക്ക വേണം. അത് പാവപ്പെട്ടവന് അതിന്റെ കാരണം അധികം പറഞ്ഞു കൊടുക്കണ്ട. ഡൽഹിയിലെ BJP ഗവൺമെന്റ് തൊഴിലാളികളെ അടിമകളാക്കാൻ കൊണ്ടുവന്ന ലേബർ കോഡ്, ആ ലേബർ കോഡിനെതിരായിട്ടാണ് ഫെബ്രുവരി 12-ന് നമ്മൾ പോരാടി ഇന്ത്യ ഒട്ടാകെ. എന്നാൽ ഇന്ത്യയിൽ BJP കൊണ്ടുവന്ന, ഫാസിസ്റ്റ് RSS കൊണ്ടുവന്ന ലേബർ കോഡ് ഞങ്ങളുടെ നാട്ടിൽ നടപ്പാകില്ല, മുടിയാതെന്ന് പറഞ്ഞത് കേരളത്തിലെ LDF ഗവൺമെന്റ്, ഒരേ ഒരു ഗവൺമെന്റ്. ഇവിടെ ഇപ്പോ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ സ്ത്രീകൾക്ക് പൈസ ബാങ്കിലിട്ടു. കേരളയിൽ 31 ലക്ഷം, അവിടെ ജനസംഖ്യ കുറവ് തമിഴ്നാടിനെ അപേക്ഷിച്ച്. അവർക്ക് ഇത് നേരത്തെ പ്രഖ്യാപിച്ചു. 60 വയസ്സിന് മുകളിലുള്ള 62 ലക്ഷം പേർക്ക് മാസം 2000 രൂപ വെച്ച് കൊടുക്കുന്നു കേരളത്തിൽ. 60 വയസ്സിന് താഴെയുള്ള മഹിളകൾക്കും കൊടുക്കുന്നു. പുതുതായിട്ട് ഇപ്പോ പിണറായി വിജയൻ ഗവൺമെന്റ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സഹായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലിയ പാവങ്ങളുടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ വലിയ പോരാട്ടത്തിന്റെ നാളുകൾ, സമരത്തിന്റെ നാളുകൾ, തമിഴിലെ പോരാട്ടത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സഖാവ് ഷൺമുഖം, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി, നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പൊ എത്തും. അതിനു മുമ്പ് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും റെഡ് സല്യൂട്ട്, ലാൽ സലാം, വീരവണക്കം.